നഗരസഭാ ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച തലസ്ഥാന ജില്ല. ഈ മാസം 24-നാണ് ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുക. വികസനത്തിനുള്ള മികച്ച മാതൃകയായിരിക്കുമെന്ന് ബജറ്റെന്നും സർപ്രൈസുകൾ ഉണ്ടാകുമെന്നും മേയർ വി രാജേഷ് ജനം ടിവിയോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യമായി അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഏവരും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഒരു ത്രില്ലിംഗ് സർപ്രൈസിംഗ് ബജറ്റ് ആയിരിക്കുമെന്നാണ് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് പറയുന്നത്. എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്, എല്ലാ ജനങ്ങൾക്കും അത് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല വിദഗ്ധരെയും കാണുന്നുണ്ട്, പല മേഖലയിൽ വർക്ക് ചെയ്തവരെ കാണുന്നുണ്ട്, അതുപോലെ റെസിഡൻസ് അസോസിയേഷനിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ തന്നെ കാണുന്നുണ്ട്, പല കൗൺസിലേഴ്സുമായിട്ടും എല്ലാ കൗൺസിലേഴ്സുമായിട്ടും ഒക്കെ തന്നെ നമ്മൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കാരണം ജനങ്ങൾ തിരുവനന്തപുരം ജനതയ്ക്ക് എന്താണ് വേണ്ടതെന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. സർപ്രൈസിങ് എലമെന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ആ ബഡ്ജറ്റിൽ നിങ്ങൾ വരണം. 24-ാം തീയതി 11 മണിക്ക് മേയറുടെ ആമുഖമാണ്. അതിനുശേഷമാണ് ബഡ്ജറ്റ് അവതരണം. തീർച്ചയായിട്ടും ആമുഖം തൊട്ട് തുടങ്ങി സർപ്രൈസ് ആയിരിക്കും, ഫുൾ സർപ്രൈസ് ആയിരിക്കും. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങൾ ആ ബഡ്ജറ്റിലുണ്ടാകും. പ്രധാനമായും തിരുവനന്തപുരത്തിന്റെ വികസന പദ്ധതികളിൽ പൂർണ്ണമായും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടായിരിക്കും ബജറ്റ് അവതരണം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബജറ്റ് രാജ്യം തന്നെ ശ്രദ്ധയോടെയായിരിക്കും വീക്ഷിക്കുകയെന്ന് മേയർ അഡ്വക്കേറ്റ് വി രാജേഷ് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ല ബഡ്ജറ്റ്, അതായത് തിരുവനന്തപുരം നഗരസഭ ഇന്ന് വരെ ചിന്തിക്കാൻ കഴിയാത്ത, ഭരണസമിതികൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയേകുന്ന, തിരുവനന്തപുരത്തെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു ബഡ്ജറ്റായിരിക്കും. എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റായിരിക്കും. ഞങ്ങൾ NDA തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മുഖവിലേക്ക് എടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റായിരിക്കും ഈ കോർപ്പറേഷൻ ഭരണസമിതി അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർപ്രൈസ് പോകുമല്ലോ. അപ്പോൾ എന്തായാലും ജനങ്ങളുടെ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അവരാഗ്രഹിക്കുന്ന തരത്തിൽ, പൊതുസമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. വികസിത കേരളം, വികസിത അനന്തപുരി എന്ന ലക്ഷ്യം തന്നെയായിരുന്നു NDA പ്രകടന പത്രികയിലെ വാഗ്ദാനം. അതുകൊണ്ടുതന്നെ 24-ാം തീയതി അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് അനന്തപുരി നിവാസികൾ കാത്തിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയറാണ് ബജറ്റ് അവതരിപ്പിക്കുക. മേയർ ആമുഖ ഭാഷണം നടത്തിയതിനു ശേഷം ആയിരിക്കും ബജറ്റ് അവതരണം. ജനം, തിരുവനന്തപുരം.